ഏവർക്കും സ്മാർട്ട് ഡ്യൂഡിലേക്ക് സ്വാഗതം. ഞാൻ ജോണു. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു പിരമിഡ് അല്ലെങ്കിൽ പിരാമിഡ്സ് ക്യൂബ് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ഈ ക്യൂബിനെ പരിചയപ്പെടാം. ഇത് മൂന്നുമാണ് പിരമിഡ് ക്യൂബിൻ്റെ സെൻറ്റർ പീസുകൾ. ഇത് മൂന്നും. ഞാൻ നിങ്ങളെ ഇത് സോൾവ് ചെയ്യാൻ പഠിപ്പിക്കാൻ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അൽഗോരിതം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരാം. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ഭാഗം, റൈറ്റ് അപ്പ് റൈറ്റ് ഡൗൺ. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗം, ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ, അപ്പ് അപ്പ് ലെഫ്റ്റ് അപ്പ് റൈറ്റ്. നമുക്കാദ്യമേ ഈ മൂന്ന് സെൻറ്ററുകളും ഒരു നിറമാക്കാം. നമുക്ക് ഓൾറെഡി ഈ രണ്ട് സെൻറ്ററുകൾ നീലയായി ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ തിരിച്ച് നോക്കാം നീല വരുന്നുണ്ടോ എന്ന്. നീല വന്നില്ല. അപ്പോൾ ഇതെല്ലാം നീല വരേണ്ട സ്ഥലം. നമുക്ക് വേറെ ഏതെങ്കിലും സൈഡ് നോക്കാം. ഇവിടെ ഓൾറെഡി നീലയുണ്ട്. നമുക്ക് ഇവിടെ തിരിച്ച് നോക്കാം. നീല വന്നു. നമുക്ക് ഇവിടെ വരാനുള്ളതാണ്. ഇവിടെ തിരിച്ച് നോക്കാം. ഇവിടെ നീല വന്നു. നമുക്ക് ഈ കോർണറുകൾ ഒന്ന് മാച്ച് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ മൂന്ന് പീസുകളും നീലയാക്കണം. അതിനായി നമുക്ക് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത നീല താഴെ വെക്കുക. എന്നിട്ട് ഒരു നീല പീസ് തപ്പുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നീല കിട്ടി. അപ്പോൾ നീലയും പച്ചയുമാണ്. നമ്മൾ പച്ച അടി കൂടുതലുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവന്ന് പച്ച അടി കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ ഇത് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വരേണ്ട ഭാഗം ഒന്ന് പോക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചത് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് താത്താം. അപ്പോൾ ഇവിടെ ഇരുന്നത് ഇവിടേക്ക് വന്നു. അപ്പോൾ നമുക്കിനി വേറെ നീല നോക്കാം. ഇവിടെ ഒരു നീലയുണ്ട്. അപ്പോൾ ഇത് നീലയും മഞ്ഞയുമാണ്. അപ്പോൾ ഇത് മഞ്ഞ കൂടുതലിടത്തേക്ക് കൊണ്ടുവരാം. മഞ്ഞ ഇവിടെയാണ് കൂടുതലുള്ളത്, കൊണ്ടുവന്നു. അപ്പോൾ ഇത് വരേണ്ടത് ഇവിടെയാണ്. നമുക്ക് ആദ്യമേ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. വരാനുള്ള ഭാഗം ഒന്ന് പോക്കാം. മാറ്റി വെച്ചത് തിരിച്ചു കൊണ്ടുവരാം, താത്താം. എന്നിട്ട് അടുത്ത നീല പീസ് നോക്കുക. നീല പീസ് കിട്ടി. നീലയും ചുമലയുമാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് വരേണ്ടത്. നമുക്ക് ആദ്യമേ ഇതൊന്ന് മാറ്റി വെക്കാം. വരാനുള്ള ഭാഗം ഒന്ന് പോക്കാം. മാറ്റി വെച്ച് നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാം, താത്താം. നോക്കുക. അപ്പോൾ ഇവിടെ നീല മൊത്തമായിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു ലെയർ മൊത്തം ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള കളറുമായിട്ട് ഈ കോർണർ പീസിന് മാച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ മഞ്ഞയല്ലേ, അപ്പോൾ നമുക്ക് ഇവിടേക്ക് നീല തിരിച്ച് മഞ്ഞ കൊണ്ടുവരാം. അപ്പോൾ നോക്കുക, എല്ലായിടത്തെയും സെൻറ്ററുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സെൻറ്ററുകളും ലാസ്റ്റ് ലെയറും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ആക്കുകയാണ് വേണ്ടത്. അതായത് ഈ രണ്ട് എഡ്ജ് പീസസ് ഒഴികെ ബാക്കി എല്ലാം സെയിം ആയിരിക്കും ചെയ്യണം. രണ്ട് എഡ്ജ് പീസസ് വേറെ കളറായിരിക്കുകയും ചെയ്യണം. ഈ രണ്ട് എഡ്ജ് പീസസ് സെയിം ആവുകയും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാം. ഇനി അങ്ങനെയാക്കാൻ നമുക്ക് ഒരു അൽഗോരിതം ഉപയോഗിക്കാം. അൽഗോരിതം ഇങ്ങനെയാണ്: റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് അപ്പ് റൈറ്റ്, ലെഫ്റ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, ലെഫ്റ്റ് ഡൗൺ. അപ്പോൾ നമ്മളിത് ആകുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കണം. റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ്, ലെഫ്റ്റ് ഡൗൺ. അപ്പോൾ നമുക്കിത് ലഭിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇത് റെഡും ഗ്രീനുമാണ്. അപ്പോൾ റെഡ് ഗ്രീനും ഇവിടെയല്ലേ വരേണ്ടത്. ഇത് പീസ് ഇവിടെയല്ലേ വരേണ്ടത്. അപ്പോൾ ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇത് ഈ പീസ് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് ഒരു ഫോർമുല ചെയ്യാം. റൈറ്റ് ഡൗൺ, അപ്പ് റൈറ്റ്, റൈറ്റ് അപ്പ് റൈറ്റ്, right down, up right,
റൈറ്റ് അപ്പ്. അപ്പോൾ ഈ ക്യൂബ് മൊത്തം സോൾവായി നമുക്ക് ലഭിച്ചു. നമുക്ക് ഇത് ഇങ്ങനെയായിരിക്കും ലഭിച്ചിരിക്കുക. എന്നു വെച്ചാൽ ഗ്രീൻ, യെല്ലോ. ഇത് ഇവിടെയാണ് വരുന്നത്, ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ അൽഗോരിതം ഉപയോഗിക്കാം. റൈറ്റ് ഡൗൺ, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്. അപ്പോൾ ഇത് സോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാമോ? നന്ദി.